നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരുടെ പൊതുവായ ഉള്ള ഫലങ്ങളാണ്. ഈ മാസം, അതായത് ജൂലൈ മാസത്തിലെ പൊതുവായുള്ള ഒരു ഫലങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം പറയുന്ന നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ ഒക്കെ സ്വസ്ഥതയും സമാധാനവും വന്നുചേരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് തന്നെ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു മാസമായിരിക്കും ഈ മാസം. സ്വയം സംതൃപ്തി, അതായത് നമ്മളിപ്പോൾ ജോലി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് അംഗീകാരം കിട്ടുമ്പോൾ നമ്മളതിൽ ഒരു അഭിമാനം നമുക്ക് തോന്നും. ആ രീതിയിലുള്ള ഒരു മാസമാണ് ജൂലൈ മാസം. പിന്നീട് ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും. ജൂലൈ മാസം 17-ാം തീയതിക്ക് ശേഷം തൊഴിൽപരമായി യാത്രകൾ ചെയ്യുന്നതായിരിക്കും. അതായത് തൊഴിലൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് തൊഴിലിന് വേണ്ടിയിട്ട് യാത്രകൾ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിയുടെ ആവശ്യമായി ബന്ധപ്പെട്ട് യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. ഗ്രഹത്തിലെ ചെറിയ തർക്കങ്ങൾ മൂലം ചെറിയ രീതിയിലൊക്കെ ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വരും. അത് കാര്യമാക്കേണ്ട കാര്യമേ ഇല്ല. പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉചിതമായ ഒരു കാലഘട്ടമാണ്. ശുക്രൻ്റെ അനുകൂല സഞ്ചാരമുള്ളതിനാൽ ഇവർക്ക് ഈ ഒരു നക്ഷത്രക്കാർക്ക്, അതായത് അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള പുരോഗമനം മുൻപോട്ടുണ്ടാകും. സൗഹൃദങ്ങളുടെ, അതായത് പുതിയ പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരാനും ഇത് പ്രണയത്തിലേക്കൊക്കെ കലാശിക്കാനും കാരണമാകുന്ന ഒരു മാസം കൂടിയാണ് ജൂലൈ മാസം. അനിഷ്ടകാര്യങ്ങൾ, അതായത് ഇടയ്ക്കിടെ ചില അനിഷ്ട കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു മാസം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ ഏറ്റവും അടുത്തുള്ള ദേശദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ക്ഷേത്രത്തിൽ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ദേശക്ഷേത്രം അല്ലെങ്കിൽ ദേശദേവി ക്ഷേത്രം അല്ലെങ്കിൽ ദേവൻ്റെ ക്ഷേത്രം, അവിടെ അർച്ചനയും മറ്റ് വഴിപാടുകളുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. എല്ലാ ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലാണെങ്കിൽ തിളങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ മാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. തൊഴിലിൽ ഉയർച്ച, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പ്രൊമോഷനും അല്ലെങ്കിൽ അവിടെ ബിസിനസ് ആണെങ്കിൽ അവിടെ വളർച്ച ഉണ്ടാവുകയും അതുവഴി നമുക്ക് അധിക പണം നമ്മുടെ കയ്യിൽ എത്താനും ഒക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പുതിയതായി ബിസിനസ് ആരംഭിക്കുന്നവർക്കും നല്ലൊരു കാലഘട്ടമാണ് ഈ ഒരു ജൂലൈ മാസം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പം +2 ഒക്കെ കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിന് ഒരു പ്രത്യേക വിഷയമൊക്കെ എടുത്ത് പഠിക്കുന്നവർക്ക് അതുമായി പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ മുൻപോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് ഈ മാസം തെളിഞ്ഞു വരുന്നത്. കുടുംബാംഗങ്ങൾക്ക്, അതായത് കുടുംബവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെ ഈ നക്ഷത്രക്കാർ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ടെങ്കിൽ പൊതുവെ നല്ല രീതിയിലുള്ള ഒരു കുടുംബ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. എല്ലാ രീതിയിലുമുള്ള മാനസിക പിന്തുണ ഇവർക്ക് കുടുംബ അംഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. മക്കളുടെ കാര്യത്തിൽ, അതായത് ഭരണി നക്ഷത്രക്കാരായ മക്കളുടെ, ഇപ്പം അച്ഛൻ ഭരണി നക്ഷത്രമാണ്, അപ്പോൾ ആ അച്ഛൻ്റെ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഈ ഭരണി നക്ഷത്രക്കാരായ ആളുകളുടെ മക്കൾ പല രീതിയിലും ഉള്ള ഒരു, അതായത് എന്തെങ്കിലും കൂട്ടുകെട്ടിൽപ്പെട്ട് പ്രശ്നമുണ്ടാവാനും അത്തരത്തിലുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് നിക്ഷേപങ്ങളിൽ, അതായത് വലിയ വലിയ
നിക്ഷേപങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നത് വളരെയധികം സൂക്ഷിക്കണം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച ഉണ്ടാകും, പക്ഷേ രണ്ട് പേര് തമ്മിൽ ബിസിനസ് നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിക്ഷേപമൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം അത് സൂക്ഷിക്കണം. പിന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. അതായത് ചെറിയ പനി, ജലദോഷം, അതുപോലെ ചെറുതായുള്ള ഒരു അപകടം, അതായത് തെന്നി വീഴുക, അങ്ങനെയുള്ള ഒരു അപകടമൊക്കെ ഈ മാസം കാണുന്നുണ്ട്. അതൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഗാർഹിക, അതായത് വീട്ടിലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് പല പല പ്രതിസന്ധികൾ വന്നാലും അത് തരണം ചെയ്യാൻ കഴിയും. അസുഖങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ സാധ്യമാകും. അതോടൊപ്പം നിങ്ങൾക്ക് മാനസിക സുഖം, പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അന്യനാട്ടിൽ നിങ്ങൾ വിദ്യാഭ്യാസത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരും. ജോലിയൊക്കെ മാറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, അതായത് ഒരു കമ്പനി നിന്നുകൊണ്ട് മറ്റൊരു ഉയർന്ന കമ്പനിയിലേക്ക് ജോലിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള ഒരു തടസ്സമൊക്കെ മാറി അതിന് എന്താണ് നിങ്ങൾക്ക് മുൻപോട്ട് ചെയ്യാൻ സാധിക്കുക, ആ രീതിയിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ അടക്കമുള്ള പേപ്പറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊക്കെ ഒരു സാധ്യത ഈ മാസം കാണുന്നുണ്ട്. തടസ്സങ്ങളൊന്നും ഈ ഒരു ജോലിപരമായി നോക്കുകയാണെങ്കിൽ വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. വീടൊക്കെ നിർമ്മിക്കാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടെ ചെറിയ തടസ്സങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത ഈ ഒരു മാസം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം വിവിധ സംഘടനകളുമായി അല്ലെങ്കിൽ പാർട്ടി അങ്ങനെയുള്ള ചില ചുമതലകളൊക്കെ ഏറ്റെടുത്ത് നടത്താനുള്ളൊരു സാധ്യത കാണുന്നു. ഇതുമൂലം നിങ്ങൾക്ക് സാമ്പത്തിക ചെലവ്, അതായത് നിങ്ങൾക്കൊരു സംഘടനയിൽ അംഗത്വം എടുക്കുക വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും കുറച്ച് പണം ഇറങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങുന്നവർക്ക് ഈ ഒരു മാസം നല്ല കാലമല്ല. അതായത് നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് ഒരു പുതിയ വാഹനം വാങ്ങാൻ ഈ മാസം നല്ലതല്ല. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർ വാഹനം വാങ്ങുന്നത് അടുത്ത മാസത്തേക്ക് മാറ്റിയാൽ നന്നാകും. ഈ ഒരു 3 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ, അതായത് പൊതുവായുള്ളൊരു ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓരോ നക്ഷത്രക്കാരുടെയും വിശദമായ ഫലങ്ങൾ അറിയുന്നതിന് നക്ഷത്രക്കാരുടെ പേരും നാളും ജനന സമയവും മറ്റും വെച്ച് നമ്മൾ വിശദമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ഈ മാസത്തെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത 3 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി.